ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇത് വലിയ ജാഫർ. ഇന്നത്തെ ടോപ്പിക് അക്വയറിങ് ഫിനാൻഷ്യൽ ഫ്രീഡം ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ എ ലേഡി. എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത്? ബിക്കോസ് ഒരു ലേഡി ആകുമ്പോൾ അവളൊരു ഡോട്ടറാണ്, അത് കഴിഞ്ഞ് അവളൊരു സിസ്റ്ററാണ്, അത് കഴിഞ്ഞ് അവൾ ഒരു വൈഫാണ്, അത് കഴിഞ്ഞൊരു മദറാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റോൾസ് പ്ലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പണ്ടൊക്കെ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. എന്തായാലും ഒരു ഏജ് എത്തി കഴിഞ്ഞാൽ മാരീഡായി കഴിഞ്ഞാൽ ആ മാരീഡായിട്ടുള്ള കുടുംബത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. ആ റെസ്ട്രിക്ഷൻസിനൊക്കെ ബൗണ്ടഡ് ആയിട്ട് ഈ ലേഡി പോകണമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പുറത്ത് പോകാൻ പറ്റാത്തവരുണ്ടാവും. എന്നാലും ഒരുപാട് പൊട്ടൻഷ്യലുള്ള ആൾക്കാരാണ് നമ്മൾ ലേഡീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊട്ടൻഷ്യൽ നമ്മൾ മേക്ക് യൂസ് ചെയ്യുക. എന്നൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ അക്വയർ ചെയ്യുന്ന മെത്തേഡ്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ ടൈലറിങ് ആവട്ടെ, ഒരുപാട് ആർട്ടാവട്ടെ, ബേക്കിംഗ്, കുക്കിംഗ്, നമുക്ക് ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും ചെയ്ത് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അക്വയർ ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും ഈ ഡിജിറ്റൽ യുഗത്തിൽ നിന്ന് നമുക്കുണ്ടല്ലേ. ആ മെത്തേഡ്സൊക്കെ മേക്ക് യൂസ് ചെയ്യാം, ഫിനാൻഷ്യൽ ഫ്രീഡം അക്വയർ ചെയ്യാം, നമുക്ക് മണി ഫ്ലോ നമ്മളിലേക്ക് വരുത്താം, നമ്മളോടുള്ള റിലേഷൻസ് നമ്മൾ ഇൻടാക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഈ റിലേഷൻസിനെ ബിൽഡപ്പ് ചെയ്യാനും എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാനും നമ്മൾ പരമാവധി നോക്കുക. നമ്മുടെ ചിൽഡ്രനാണെങ്കിലും പാർട്ട്ണറിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനാണെങ്കിലും എല്ലാവർക്കും സർപ്രൈസ് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് റിലേഷൻസിനെ ഒരുപാട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു ആൾ.